എല്ലാവർക്കും പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിരിക്കുന്നത് ഒരു വലിയ സംഭവമാണ്. കാരണം ഒരു വിചിത്ര ജീവിയെ കണ്ടെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ബിനോഷിന് പറയാനുള്ളത്? ബിനോഷ്, അപ്പം ഇന്ന് കിട്ടിയ പ്രധാന വാർത്ത വെച്ചാൽ നമ്മളെ സ്വന്തം രാമക്കുട്ടി എന്നൊരാളാണ്. അന്ന് രാത്രി അല്ല 5:15 പുല്ല് വെട്ടാൻ പോയപ്പോഴാണ് അയാളെ ഫോൺ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോഡി കിട്ടിയിട്ടില്ല. ബോഡി ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. തപ്പി ഞങ്ങൾ രണ്ടാമത്തെ ദിവസമാണ്. ഇതിന് തപ്പി കിട്ടുമോ ഇല്ല. വിചിത്ര ജീവിയെ കണ്ടെന്നാണ് ആ ഫോണിൽ ഒരു ഫോട്ടോയിൽ വിചിത്ര ജീവിയാണ് കണ്ട്. ആ ഫോട്ടോ ഞങ്ങൾ സുബിതേനോട് പറയുന്നതായിരിക്കും. ശരി സുബിത? അതെ ബിജോഷ്, അത് മാത്രമല്ല ഇതിൽ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യനെ ഈ വിചിത്ര ഫോട്ടോ അയച്ചിട്ട് തന്നെ വേഗം രക്ഷപ്പെടുത്താൻ നാട്ടുകാരുമായിട്ട് വരാൻ പറഞ്ഞ സമയത്താണ് അപ്പോഴേക്ക് അയാളുടെ ഫോണും നഷ്ടപ്പെട്ടു, അയാളുടെ ജീവനും നഷ്ടപ്പെട്ട് ചോര അവിടെ നിറയുന്നുണ്ടായിരുന്നു. ആ ജീവിനെ കണ്ടെങ്കിലും അത് കുറേ പേരെ കണ്ടപ്പോൾ രക്ഷപ്പെട്ടു പോയി. നമുക്ക് മനുഷ്യർക്ക് അവയെ പിടിക്കാൻ പറ്റിയില്ല. ഫോട്ടോ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. ഇതാ നോക്കിക്കോളൂ. അതെ, നമ്മൾ പറഞ്ഞതുപോലെ അതൊരു വിചിത്ര ജീവിയായിരുന്നു. കാരണം മുഖമൊക്കെ കറുത്ത് ഇരുണ്ട്, ഒരു 8-9 അടിയുള്ള നീളമുള്ള ഒരു വലിയ ജീവിയാണെന്നാണ് നാട്ടുകാർ പറഞ്ഞു വരുന്നത്. ഫോണിൽ അദ്ദേഹം ദൃശ്യമെടുത്തിരുന്നു. മോർ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി ഇനി ഫോൺ കിട്ടണമെന്നും അതിൻ്റെ പകുതിയെ ഇട്ടിട്ടുള്ളൂ എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് കാണാം. ഇനി ഒരു ചെറിയ ബ്രേക്കിന് ശേഷം